ഹായ് മക്കളെ, അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ ഇറച്ചി കഴുകി മുളക്, ജീരകപ്പൊടി, പട്ട, ഏലക്കായ്, കറാമ്പൂ, ഉപ്പ്, ഉരുളക്കിഴങ്ങ്, പിന്നെ ഇറച്ചി കൂടെ ഓരും കൂടെ ഇട്ടിട്ടൊന്ന് ഇതാ കുഴക്കുകയാണ്. തക്കാളി ഇട്ടിട്ടുണ്ട്, ഓർമ്മയില്ല, മറന്നു പറയാം. തക്കാളി ഇതിലും കൂടെ ഇട്ട് കുഴച്ച് അടുപ്പത്ത് വെച്ച് വേവിക്കട്ടെ. അങ്ങനെ കുഴച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അടുപ്പത്ത് വെക്കട്ടെ. കേട്ടോ, ഇതിൽ കുറച്ച് മഞ്ഞളിടാൻ മറന്നുപോയി. മഞ്ഞൾ ഇട്ടിട്ടുണ്ട്. ഇങ്ങനെ കിടന്നിട്ട് പച്ചമുളക് കരിയപ്പൊക്കെ ഇട്ടിക്കണം കേട്ടോ. ലാസ്റ്റ് നമുക്ക് പച്ചമുളക് ഇടാം. വേവാധികം ഉണ്ടാവില്ലല്ലോ, നമ്മളെ കോഴിയല്ലേ. ഓരോന്ന് വെന്തിട്ട് ഇനി കാട്ടിത്തരാം. പുളിയിടട്ടെ. നമ്മൾ ഇറച്ചിതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ കൂട്ടാനായ കേട്ടോ. ഇറച്ചിക്കറി ഇതിലേക്ക് ഇതാ ഞാൻ ലാസം മല്ലിച്ചീരിയും കരിവേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. ഇത് വെന്തിട്ടുണ്ട്. കുറച്ച് നെയ്ച്ചോറ് വെക്കണം. നെയ്ച്ചോറും എന്താണ് കോഴി മുളക് ഇട്ടത് കേട്ടോ. ഒക്കെ മക്കളെ, ഉമ്മാനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നിങ്ങളെ സപ്പോർട്ടാണ് ഉമ്മാൻ്റെ മുന്നോട്ട് പോണ നീക്കങ്ങൾ. ഞാൻ എന്താ മക്കളെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം തീ കത്തിച്ചു. ഇതാ അരിയൊക്കെ കഴുകി ഇതിലേക്ക് ഞാൻ കറപ്പട്ട, ഏലക്കായ്, കറാമ്പൂവ്, നല്ല നെയ്യ് ഒഴിച്ചിട്ടോ. നല്ല നെയ്യ് ഒഴിച്ച് ഉപ്പും ഇട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി രണ്ട് ചെറിയ, അത്ര വലിയ ഉള്ളിയല്ല, 2 ഉള്ളി അരിഞ്ഞിട്ട് ഇതൊക്കെ ഞാൻ ഇതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ തന്നെ വെച്ച് മൂടി വെച്ച് ചോറ് വെച്ച് നല്ല രസം ഉണ്ടാവും കേട്ടോ. അല്ലാണ്ട് ഇതിങ്ങനെ തൂമിക്കണം, ഇതാക്കണം, വറക്കണം. അതിൻ്റെ രസം വേറെ, ഇത് രസം വേറെ കണ്ടുണ്ടാവും ഇടയ്ക്കിടയ്ക്കൊക്കെ. ഉപ്പൊക്കെ കറക്റ്റാണ്. മൂടി വെക്കട്ടെ. നമ്മൾ ഇറച്ചിതാ വെന്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മളെ കൂട്ടാൻ ചോറ് വെച്ചാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളാരും വെച്ച് നോക്കിക്കുന്നു. അങ്ങനെ ഞാൻ കുറേ പ്രാവശ്യം ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടിട്ട് അതുപോലെ വെച്ചാൽ ആരെങ്കിലും ഉണ്ടോ കമൻറ്റ് ചെയ്യണേ. ഉമ്മാൻ്റെ ചോറ് കണ്ടിട്ട് ആരെയും വെച്ചോ. ഈ ചില നമ്മൾ കല്യാണത്തിനൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ചോറൊക്കെ തീർന്നുണ്ടെങ്കിൽ ഇതേമാതിരിയാണ് ചോറൊക്കെ പെട്ടെന്ന് ഇതേപോലെ ആണ്ട് അരി ഇതൊക്കെ ഇട്ട് നെയ്യും എല്ലാം കൂടെ അതിലിട്ടുങ്ങാണ്ട് കുഴച്ചിങ്ങാണ്ട് വെള്ളം ഒഴിച്ചടുപ്പത്ത് വെച്ചാൽ അടിപൊളി ചോറാണ് ഉണ്ടാക്കുന്നത്. അതേമാതിരി അങ്ങ് കുഴച്ചിട്ടാൽ മതി കേട്ടോ. വേറെന്താ വിശേഷം? എല്ലാവർക്കും സുഖമാണോ? സുഖമായിരിക്കട്ടെ. ഞാനതൊരു കിലോ അരിയാണ് ഇട്ടത്. 1 കിലോന് 1.5 കിലോ പാട്ട വെള്ളം വെക്കണം. കുക്കറിലതിനെക്കൊണ്ട് 2 പാട്ടം വെച്ച് വെക്കണമെന്നില്ല. അങ്ങനെ വെച്ചാൽ മതി. പിന്നെ ഇതൊക്കെ വെക്കുന്നവർക്ക് അറിയാമല്ലോ അതിൻ്റെ അളവ്. നമ്മൾ വറുത്ത് വെക്കുകയാണെങ്കിലും അല്ലാണ്ട് വെക്കുകയാണെങ്കിലൊക്കെ വെള്ളത്തിൻ്റെ അളവ് ഓരോമാതിരി തന്നെയാണ്. പിന്നെ വേറെന്താണ്, എനിക്ക് കുറേ സബ്സ്ക്രൈബർ താഴോട്ട് പോകുന്നുണ്ട്. എന്താ അറിയില്ല. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.